അപ്പം അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെ വമ്പത്തരമായി, അതിനെ വലിയ കേമത്തരമായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ്. അത് കേമത്തരമല്ല, അതെല്ലാം അല്പത്തരമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി എങ്ങനെ പറഞ്ഞാലൊന്നും ഇത് ആളുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ആത്യന്തികമായ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. RSSന്റെ ഈ ഗണഗീതം അത് RSSന്റെ ശാഖയിൽ പാടിയാൽ മതി. രാജ്യത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതു ചടങ്ങുകളിൽ RSSന്റെ ഗണഗീതം പാടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി രാജ്യത്തുടനീളം RSS വൽക്കരണം ശക്തിപ്പെടുത്തുകയാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഭരണഘടനയെ മുൻനിർത്തിയിട്ടാണ് ഭരണം നടത്തേണ്ടത്. ഇവിടെ RSSന്റെ രൂപീകരണത്തിൻ്റെ 100-ാം വർഷത്തിൻ്റെ ഭാഗമായി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വപ്നം കണ്ടത് 400 സീറ്റുമായി അധികാരത്തിൽ വന്ന് ഭരണഘടന അട്ടിമറിക്കും എന്നായിരുന്നു. പക്ഷേ രാജ്യം നടത്തിയിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി 400 സീറ്റ് എന്ന RSSന്റെ സ്വപ്നത്തെ അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ തുടർച്ചയിൽ ഭരണഘടനയെ പൂർണ്ണമായും അട്ടിമറിക്കാൻ കഴിയുന്നില്ലെങ്കിലും വിവിധ ഇടങ്ങളിൽ അവർ അവരുടേതായ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദേശീയ ഗാനത്തോട് RSSന് പണ്ടേ പുച്ഛമാണ്. അപ്പോൾ ദേശീയ ഗാനത്തിന് പകരം RSSന്റെ ഗണഗീതം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചാണ് എറണാകുളം മുതൽ ബാംഗ്ലൂരിലേക്ക് വരെയുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിന് ദേശീയ ഗാനത്തിന് പകരം RSSന്റെ ശാഖയിലെ ഗണഗീതമാണ് അവിടെ ആലപിച്ചത്. എത്രമാത്രം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. RSSന്റെ ശാഖയിൽ അവതരിപ്പിക്കുന്ന ഗണഗീതം കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിച്ചത്. ഇന്നിപ്പോൾ ചില കേന്ദ്രമന്ത്രിമാരെല്ലാം പറയുന്നത് കേട്ടാൽ തോന്നും കുട്ടികളെല്ലാം ദേശഭക്തി മൂത്തിട്ട് ഇവരുടെ ഗാനം പാടിയതാണ് എന്നാണ്. ഇവരുടെ അധികാരം ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് ഈ ഗാനം പാടിച്ചിട്ടുള്ളത്. അത് വലിയ വമ്പത്തരവും കേമത്തരവുമായിട്ട് കേന്ദ്രമന്ത്രിമാർ കൊണ്ടാടുകയാണ്. അത് കേമത്തരമല്ല, അത്തരം കാര്യങ്ങൾ അല്പത്തരമാണ് എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. RSSന്റെ ശാഖ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചെറുപ്പം മുതലേ RSSന്റെ ശാഖയിൽ പോയതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ തയ്യാറാക്കി അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഇൻസ്റ്റഗ്രാം വഴി ഈ നാടിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് RSSന്റെ ശാഖയിൽ കൂടി നടക്കുന്നത് എന്ന്. അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഇടമായിട്ടുള്ള RSSന്റെ ശാഖ ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സയെ പോലെയുള്ള നരാധവന്മാർക്ക് ഊർജം കൊടുത്തതാണ് RSSന്റെ ശാഖയിലെ കാര്യങ്ങൾ. അങ്ങനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻ ഒരു RSSനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് DYFI പറയുന്നത്. ശക്തമായി പ്രതിഷേധിക്കുകയാണ്. RSS വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം രാജ്യവ്യാപകമായി DYFI ശക്തിപ്പെടുത്തും. ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ DYFI പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയെല്ലാം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നും RSSനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം പല രൂപത്തിലും മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.